വരെ നടന്നു പോയിട്ടില്ല. എന്തോരം ആൾക്കാർ പോയി. ഇപ്പോഴാണ് കേരളത്തിലെത്തി ഇവിടെ മുഴുവൻ ടോവിനോ ചേട്ടന്റെ ഫാൻസ് ആണ്, അതുകൊണ്ടായിരിക്കും. ഇവിടെ സൈബ റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ എന്താണ്? ഞാനിപ്പോ സിനിമയിൽ വന്നിട്ട് എത്രയോ ഒരു 6-7 വർഷമേ ആവുന്നുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഞാൻ സിനിമ കണ്ടുവരുന്ന കാലത്ത് ഞാൻ ഐഡൽസ് ആയിട്ട് കണ്ടിരുന്ന, ഞാൻ ഭയങ്കരമായിട്ട് ആരാധിച്ചിരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് എല്ലാ ഇൻഡസ്ട്രീസിലും. സോ അവരൊക്കെ കാണുക, അവരൊക്കെ ഇരിക്കുന്നതിന്റെ സൈഡിൽ എവിടെയെങ്കിലും മുന്നേക്കൊക്കെ ഇരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. എന്താണ് സമ്മതിക്കണം പ്ലീസ്. ലൂസിഫറിന്റെ ഫുൾ ടീം അകത്തുണ്ട്. ലൂസിഫർ 2 വരാൻ പോകുന്നു. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് അറിയാം. തീർച്ചയായിട്ടും അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ലൂസിഫർ 2 ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ അതിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും അവസാനം നമ്മൾ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ടോവിനോ ഇല്ലാത്തൊരു ലൂസിഫർ 2 പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ചിന്തിക്കാൻ പറ്റും. തൽക്കാലം അങ്ങനെ ചിന്തിപ്പിക്കണ്ട. വിചാരിച്ചു അത്രയും സ്റ്റൈലിഷ് ആയിട്ട് ഇത്രയും സുന്ദരമായിട്ട് ഇല്ല. കുറച്ച് അഹങ്കാരത്തിന് പറയാന്ന് വിചാരിക്കുന്നു. പക്ഷെ സത്യമായിട്ട് അതെ സ്റ്റൈലിഷ് ആണെന്ന് പറഞ്ഞപ്പോലെ ഇല്ല, ഞങ്ങൾ പറയും. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. ഹീറോ ഇതിനെക്കാട്ടിലും സ്റ്റൈലിഷ് ആണോ അല്ലയോ എന്നുള്ളതല്ല, പക്ഷെ ഹീറോ ആയതുകൊണ്ട് മനസ്സിലായി, എല്ലാം മനസ്സിലാക്കി കളഞ്ഞു. അറിയാം ഇൻഡസ്ട്രിയിൽ വെറുതെ വിശേഷങ്ങൾ. സന്തോഷം. കുറച്ച് ലേറ്റാ, അതുകൊണ്ട് ഞാൻ പോട്ടെ. അയ്യോ, പാട്ട് പാടാൻ ഞങ്ങൾ വിടത്തില്ല. എന്താണ് അകത്തല്ലേ പാടണ്ട, ഇവിടെ രണ്ടുപേരും അവാർഡ് കിട്ടിയ പാട്ട് അവാർഡ് കിട്ടിയോന്ന് അറിഞ്ഞൂടല്ലോ. കിട്ടി അവാർഡ് കിട്ടി. ലേറ്റ് ആയാലോ ഞങ്ങൾ കിട്ടി. നോമിനേഷൻ ഉണ്ടെന്ന് അറിയാം, പക്ഷെ സാധാരണ അവാർഡ് ഇല്ലാണ്ട് വിളിക്കില്ല. നമ്മുടെ പൂത്തോളെ